എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറയുന്ന ഫാസിനേറ്റിംഗ് വേൾഡിൽ ഒരു യങ്ങസ്റ്റ് കിഡ്, ഇറ്റ്സ് അഭിജിത്ത്. സോ അഭിജിത്ത്, ഇൻട്രൊഡ്യൂസ് അബൌട്ട് യുവർ സെൽഫ്. എൻ്റെ പേരാണ് അഭിജിത്ത്. ഞാൻ ട്രിവാൻഡ്രത്തിലാണ് താമസിക്കുന്നത്. ഞാൻ 8ാം ക്ലാസ്സിലാണ്, 13 വയസ്സ്. സോ അഭിജിത്ത്, എന്തുകൊണ്ടാണ് ഈ ഏജിൽ തന്നെ എത്തിക്കൽ ഹാക്കിംഗ് എന്നുള്ള കരിയർ ചൂസ് ചെയ്യാനുള്ള റീസൺ? ഇപ്പോൾ ഉള്ള ലോകത്തിൽ കുറേ ടെക് ജെയിൻസ് ഉണ്ട്. ആ ടെക് ജെയിൻസിൻ്റെ എംപ്ലോയീസ് ഒക്കെ ഇപ്പോൾ AI വെച്ച് റീപ്ലേസ് ആവുന്നുണ്ട്. പിന്നെ എനിക്ക് ഈ ഒவ்வொരു കമ്പ്യൂട്ടേഴ്സ്, ഇൻ്റർനെറ്റ്സ് ആൻഡ് ഡിവൈസസ് എങ്ങനെ ഹാക്ഡ് ആവണമെന്ന് എനിക്ക് എങ്ങനെയെന്ന് അറിയാൻ ഒരു ക്യൂരിയോസിറ്റി വന്നു. ആ ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയാണ് ഞാൻ സൈബർ സെക്യൂരിറ്റി പഠിക്കണമെന്ന് ആഗ്രഹിച്ചത്. പിന്നെ സൈബർ സെക്യൂരിറ്റി വന്ന് ഫ്യൂച്ചറിൽ വന്നിട്ടും AI വെച്ച് റീപ്ലേസ് ആവാൻ പോകുന്നില്ല. അതുകൊണ്ട് എൻ്റെ ഫ്യൂച്ചർ സ്ട്രോങ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ സൈബർ സെക്യൂരിറ്റി ജോയിൻ ചെയ്തത്. അഭിജിത്ത് പഠിക്കുന്ന ടൈമിൽ അഭിജിത്തിന് ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അഭിജിത്ത് കുറേ സിനിമാസൊക്കെ കണ്ട് ഇൻസ്പയർഡ് ആയിട്ടുണ്ടാവാം. ഓക്കെ, സോ ഇത് പഠിച്ചു കഴിഞ്ഞപ്പോൾ എന്തായിരുന്നു എക്സ്പെക്റ്റേഷൻ ആൻഡ് എന്തായിരുന്നു റിയാലിറ്റി? ഇപ്പം ഞാൻ പഠിക്കുന്ന മുമ്പ് ഞാൻ കുറേ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. അവർ കുറേ ടൈപ്പ് ചെയ്യും, ലിറ്റിൽ കമാൻഡ്സ് ഒക്കെ അടിക്കുമ്പോൾ ഉടനെ ഒരു വലിയ കമ്പനി കമ്പ്യൂട്ടർ ഉടനെ ഹാക്കാവും. പക്ഷേ റിയൽ ലൈഫിൽ അങ്ങനെയല്ല. നമ്മളിരുന്ന് ഒவ்வொரு ഡേറ്റ എടുത്ത് എല്ലാം നോക്കി കുറേ സമയം എടുക്കും. പിന്നെ നമുക്ക് കുറേ ഹാർഡ് വർക്ക് ആവശ്യമുണ്ട്. അതാണ് ഞാൻ റിയാലിറ്റി എക്സ്പെക്റ്റേഷനുള്ള ഡിഫറൻസ് ആയിട്ട് കണ്ടത്. സോ അഭിജിത്ത്, സൈബർ ബി അക്കാഡമിയിൽ അഭിജിത്ത് പഠിച്ചപ്പോൾ അഭിജിത്തിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഓവറോൾ എക്സ്പീരിയൻസ്. ഞാൻ പഠിച്ചപ്പം എൻ്റെ മെൻറ്റർ വന്നിട്ട് എല്ലാം ലൈവായിട്ട് കാണിച്ചെന്ന്, എല്ലാ ടൂൾസും പ്രാക്ടിക്കലായിട്ട് കാണിച്ചെന്നാണ് പഠിപ്പിച്ചത്. അല്ല എനിക്ക് മനസ്സിലായില്ലെന്ന് ചോദിച്ചാൽ ഒന്നും കൂടെ എല്ലാം ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോകത്തുള്ളൂ. പിന്നെ എനിക്ക് ലൈവായിട്ട് പഠിപ്പിച്ചത് പ്രാക്ടിക്കൽ ടൂൾ എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ അഭിജിത്ത്, ഏതൊക്കെ ടൂൾസാണ് അഭിജിത്ത് സോ ഫാർ ഈ കോഴ്സിലൂടെ പഠിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? ഞാൻ വന്നിട്ട് കുറേ ടൂൾസ് പഠിച്ചിട്ടുണ്ട്. ലൈക്ക് Nmap, Nessus, ഒബാസ് ടോപ്പ് 10 ഞാൻ ക്ലിയർ ചെയ്ത്. പിന്നെ ഹൈഡ്ര, ജോൺ ദ റിപ്പർ, ഈസഡ് ഫിഷർ, സെറ്റിൽ കിറ്റ്, അങ്ങനെ ഞാൻ കുറേ ടൂൾസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ അഭിജിത്ത്, സോ അഭിജിത്ത് സ്കൂളിലും പോകാറുണ്ട്, അതേപോലെ തന്നെ സൈബർ ബിയിലും വരാറുണ്ട്. സോ ഇത് രണ്ടും കൂടെ അഭിജിത്തിന് മാനേജബിൾ ആയിരുന്നു? ഞാൻ വന്നിട്ട് സ്കൂളിലൊക്കെ നല്ല മാർക്സ് ഒക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ബിക്കോസ് ഞാൻ ഇവിടെ സൈബർ ബി ഇവിടുത്തെ ക്ലാസ് ടൈമിൽ മാത്രമാണ് ഞാൻ സൈബർ സെക്യൂരിറ്റിയിൽ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ വീട്ടിൽ പോയിട്ട് ഫുൾ ഓഫ് എൻ്റെ എഡ്യൂക്കേഷനിലാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ അഭിജിത്ത് പഠിക്കാൻ നേരത്ത് ഫാമിലിയുടെ സൈഡിൽ നിന്ന് സപ്പോർട്ടും, അതേപോലെ തന്നെ ഇത് പഠിക്കാൻ പോയപ്പോൾ വേറെ ആരെങ്കിലും ജസ്റ്റ് ഇപ്പം പഠിക്കണ്ട എന്നൊരു സജഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നോ? എൻ്റെ ഫാമിലിയിൽ നിന്ന് എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു. ഞാൻ എൻ്റെ അച്ഛനടുത്ത് പോയി എനിക്കിങ്ങനെ സൈബർ സെക്യൂരിറ്റി പഠിക്കണം എന്ന് പറഞ്ഞപ്പം അച്ഛൻ എനിക്ക് ഫുൾ സപ്പോർട്ട് തന്ന് എനിക്ക് സൈബർ ബി ജോയിൻ ചെയ്യിപ്പിച്ച്. പിന്നെ അല്ലാതെ അമ്മയും സിസ്റ്ററും എല്ലാം സപ്പോർട്ടായിരുന്നു. കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അവരിന് കൊടുത്ത റിപ്ലൈ വന്നിട്ട് ഈ ഏജിൽ എന്ത് പഠിച്ചാലും ഈസിലി ക്യാച്ചബിൾ ആണ്. ഈ സൈബർ സെക്യൂരിറ്റി വന്നിട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അഭിജിത്ത്, ഏതൊക്കെ കോഡിംഗ് ലാംഗ്വേജസ് ആണ് ഈ ഒരു ടേം പീരീഡിൽ പഠിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? ഞാൻ വന്നിട്ട് പൈത്തൺ ആൻഡ് ബാഷ് സ്ക്രിപ്റ്റിംഗ് മാസ്റ്റർ ചെയ്യാൻ കഴിയും. സൈബർ സെക്യൂരിറ്റി പഠിക്കുന്നവർ മാക്സിമം യൂസ് ചെയ്യുന്നത് ലിനക്സ് ആണ്. അവരെന്തുകൊണ്ട് വിൻഡോസ് യൂസ് ചെയ്യുന്നില്ല? ബിക്കോസ് ലിനക്സ് വന്നിട്ട് കുറച്ചും കൂടെ ഫാസ്റ്ററാണ്. അത് ലെസ് റാമാണ് കൺസ്യൂം ചെയ്യണം വിൻഡോസിനെ കാട്ടി. പിന്നെ വിൻഡോസിൽ ഇല്ലാത്ത കുറേ ഇൻബിൽഡ് ടൂൾ, വാലി ലിനക്സിൽ ഓൾറെഡി ഹാക്കിങ്ങിന് ആവശ്യപ്പെട്ട കുറേ ഇൻബിൽഡ് ടൂൾസ് ഉണ്ട്. അല്ലാതെ കാർഡി ലിനക്സ് ഫാസ്റ്ററാണ്. പിന്നെ ഇറ്റ് ഈസ് മോർ സെക്യൂർ. വിൻഡോസ് വന്നിട്ട് വിൻഡോസിൻ്റെ കൺട്രോളാണ് നമ്മൾ വർക്ക് ചെയ്യണം. പക്ഷേ ലിനക്സിൽ അങ്ങനെയല്ല. ലിനക്സ് ഓപ്പൺ സോഴ്സ് ആയതുകൊണ്ട് നമ്മൾ ലിനക്സിനെ കൺട്രോൾ ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റും. അഭിജിത്തിന് എപ്പോഴേലും ഒഫൻസീവ് മൈൻഡ് സെറ്റ് എത്തിക്കൽ ഹാക്കിംഗ് സൈബർ സെക്യൂരിറ്റി പഠിച്ചിട്ട് ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ തോന്നിയിട്ടുണ്ടോ? നോ. എന്തെന്ന് വെച്ചാൽ ഇവിടെ സൈബർ സെക്യൂരിറ്റി എൻവയോൺമെന്റ് വന്നിട്ട് ഫുൾ ഓഫ് ഡിഫെൻസീവ് സൈഡാണ്. ഒഫൻസീവ് സൈഡിലോട്ട് കൊണ്ടുപോകുന്നില്ല. എന്നെ മാത്രമല്ല, ഇവിടെ എല്ലാവരെയും അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മളങ്ങനെ ഒഫൻസീവ് സൈഡിലോട്ട് ഇവിടെ സൈബർ ബി കൊണ്ടുപോകത്തില്ല. ഇന്ന് സൈബർ സെക്യൂരിറ്റി എത്തിക്കൽ ഹാക്കിംഗ് ഇൻഡസ്ട്രിയിൽ ഒരുപാട് ഹാക്കിംഗ് അറ്റംപ്റ്റ്സ് നടക്കുന്നുണ്ട്, കംപ്ലീറ്റ്ലി ഇല്ലീഗൽ ആയിട്ടുള്ള ഹാക്കിങ്സ്. ഇന്ന് അഭിജിത്തിന് സൈബർ സെക്യൂരിറ്റി പഠിച്ചപ്പോൾ ഏതൊക്കെയാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നതെന്ന് തോന്നിയിട്ടുള്ളത്? മോസ്റ്റ്ലി ഫിഷിംഗ് ആൻഡ് ഡേറ്റ തെഫ്റ്റ് ആണ്. നമ്മൾ ഫിഷിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ലിങ്ക്സ് അയക്കും. ആ ലിങ്ക്സ് ക്ലിക്ക് ചെയ്യണ കാരണം ചിലപ്പോൾ നമ്മുടെ പാസ്വേഡ് ആൻഡ് യൂസർ നെയിം ചോദിക്കാം. നമ്മൾ എൻ്റർ ചെയ്താൽ അത് ലീക്കാവാം. അല്ലെങ്കിൽ നമ്മളുടെ പിക്ചർ എടുക്കാം, മൈക്ക് ഓൺ ചെയ്യാം. അങ്ങനെ നമ്മുടെ ലാപ്ടോപ്പിൽ ആക്സസ് വരെ എടുക്കാൻ പറ്റും. പക്ഷേ പിന്നെ ഡേറ്റ തെഫ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഐഡൻറ്റിറ്റി എടുത്തിട്ട് അത് വെച്ച് ഒരു ക്രൈം ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ ഫിഷിംഗ് ചെയ്യുന്ന
ഫിഷിംഗ് അറ്റാക്ക് എങ്ങനെ ഡിഫെൻഡ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ മോസ്റ്റ്ലി കുറേ ലിങ്ക്സിലൊന്നും ക്ലിക്ക് ചെയ്യാതിരിക്കുക. പിന്നെ ലിങ്ക്സ് വന്നിട്ട് എപ്പോഴും URL ചെക്കർ യൂസ് ചെയ്ത് ചെക്ക് ചെയ്യുക. പിന്നെ ഈ ഡേറ്റ തെഫ്റ്റിൽ നിന്ന് എങ്ങനെ ഡിഫെൻഡ് ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പം നമ്മളുടെ കുറേ ലോട്ടറി, ലക്കി ഡ്രോസ് ആൻഡ് കുറേ അനോണിമസ് വെബ്സൈറ്റിലൊക്കെ നമ്മുടെ ഇൻഫർമേഷൻസ് ആൻഡ് ഇമെയിൽ അങ്ങനെയൊക്കെ ചോദിച്ചാൽ നമ്മൾ കൊടുക്കാൻ പാടില്ല. എന്താണ് അഭിജിത്തിന്റെ ഫ്യൂച്ചർ പ്ലാൻ? ഏത് കോളേജിൽ ജോയിൻ ചെയ്യണം? ആൻഡ് ഡ്രീം കാണുമല്ലോ, എന്താണ് ഡ്രീം? എനിക്ക് വന്നിട്ട് ഒരു Tier 1 കോളേജിൽ ജോയിൻ ചെയ്യണമെന്നാണ്, ലൈക്ക് IITs. പിന്നെ എനിക്ക് വന്നിട്ട് ഫ്യൂച്ചർ പ്ലാൻ വന്നിട്ട് എനിക്കൊരു സൈബർ സെക്യൂരിറ്റി ബേസ്ഡ് ജോബിൽ കയറണമെന്നാണ്. എങ്ങനെ ഒരു സേഫ് ആയിട്ടുള്ള പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം ഇൻ ദിസ് സൈബർ വേൾഡ്? മെയിൻലി ഡോണ്ട് യൂസ് യുവർ നെയിംസ് ആസ് എ പാസ്വേഡ്. നിങ്ങൾ നെയിമല്ല ഡേറ്റ് ഓഫ് ബർത്ത് യൂസ് ചെയ്താൽ ഒരു അറ്റാക്കറിന് എളുപ്പമായിട്ട് അത് വന്നിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അല്ലാതെ നിങ്ങൾ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പം അപ്പർ കേസ്, ലോവർ കേസ്, സിമ്പിൾ, നമ്പേഴ്സ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്താണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ ഒരു rockut.txt എന്ന് പറഞ്ഞൊരു ഫയലാണ് പാസ്വേഡ് ക്രാക്കിങ്ങിന് യൂസ് ചെയ്യുന്നതാണ്. അതിൽ കുറേ കോമൺ പാസ്വേഡ്സ് ഉണ്ടാവും. അങ്ങനത്തെ കോമൺ പാസ്വേഡ്സ് ഒന്നും യൂസ് ചെയ്യും. ഈ ഒരു ഏജിൽ എത്തിക്കൽ ഹാക്കിംഗ്, സൈബർ സെക്യൂരിറ്റി പഠിക്കാൻ പോകുന്ന സ്റ്റുഡൻസിൻ്റെ അടുത്ത്, അല്ലെ ആഗ്രഹമുള്ള സ്റ്റുഡൻസിൻ്റെ അടുത്ത് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? എനിക്ക് വന്നിട്ട് ഈ ഏജിൽ തന്നെ സൈബർ സെക്യൂരിറ്റി പഠിക്കുമ്പം എനിക്കിത് മനസ്സിലായതാണ്, ഇതൊരു ടെക് എമർജിങ് സ്കില്ലാണ്, സാധാ പ്രോഗ്രാമിനെ പോലെ അല്ല. പിന്നെ ഇത് വന്നിട്ട് എൻ്റെ പേഴ്സണൽ സേഫ്റ്റി, ഫാമിലി സേഫ്റ്റി, എവറിത്തിങ് എനിക്ക് സെക്യൂർ ചെയ്യാൻ കഴിഞ്ഞു. സോ അഭിജിത്ത്, ഏതൊക്കെ ഡിവൈസസ് ആണ് അഭിജിത്തിന് യൂസ് ചെയ്യാൻ എക്സ്പീരിയൻസ് കിട്ടിയിട്ടുള്ളതും? അതേപോലെ ഞാൻ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഇപ്പോൾ ഒരു കാർഡ് എങ്ങനെയായിരിക്കും ഒരു ഡിവൈസ് യൂസ് ചെയ്ത് ഹാക്ക് ചെയ്യപ്പെടുന്നത്? ഞാൻ ഇവിടെ വന്നിട്ട് Flipper Zero, M5 Stick, ബ്ലൂടൂത്ത് ജാമർ ആൻഡ് കുറേ ടൂൾസ് പഠിച്ചിട്ടുണ്ട്. കാർഡ് എങ്ങനെ ഹാക്ക് ആവുന്ന ഒരു ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തരാം യൂസിങ് Flipper Zero. ഇപ്പോഴത്തെ കാർഡൊക്കെ എക്സ്ട്രാ പ്രൊട്ടക്റ്റീവ് ആണ്. നമുക്കിപ്പോൾ Flipper Zero യൂസ് ചെയ്താൽ പോലും നമുക്ക് റീസെൻറ്റ് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ആൻഡ് ബേസിക് ഡീറ്റെയിൽസ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. പിന്നെ നമ്മൾ അതും RFID ബ്ലോക്കർ യൂസ് ചെയ്താൽ അതും ഹാക്കേഴ്സിൻ്റെ കയ്യിൽ കിട്ടാതെ നമുക്ക് സൂക്ഷിക്കാം. ജസ്റ്റ് ബെസ്റ്റ് ഓഫ് ലക്ക് ഫോർ യുവർ കരിയർ. അതേപോലെ തന്നെ സൈബർ ബീഡോട് നിന്ന് ഈ വീഡിയോയും അതേപോലെ നമ്മുടെ ഈ ഒരു കോഴ്സിൽ ആക്റ്റീവായിട്ട് നിന്നതിനും വെരി താങ്ക് യു. ആൻഡ് ഓൾസോ ബെസ്റ്റ് ഓഫ് ലക്ക് ഫോർ യുവർ കരിയർ.